പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു പാഠഭാഗവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ 2ാം പാഠഭാഗമായ ഒരു ചെറിയ നാടകവുമായി. ആ നാടകത്തിൻ്റെ പേരാണ് ഗ്യാൻ മാർഗ്. അത് എഴുതിയിരിക്കുന്നത് അസ്ഗർ വസാഹത്താണ്. നമുക്ക് ആ നാടകത്തിലേക്കൊന്ന് പോയി നോക്കാം. എല്ലാവർക്കും നാടകം ഇഷ്ടമാണല്ലോ. എന്നാൽ കേൾക്കൂ. 3 राजकुमार गुरुकुल में अपनी पढ़ाई पूरी करने के बाद घर लौट रहे हैं. तीनों घने जंगल से गुजर रहे हैं. 3 രാജകുമാരന്മാർ ഗുരുകുലത്തിൽ തങ്ങളുടെ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം ഗർ ലൗട്ട് രഹേ ഹെ, വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. പഠായി പൂരീകരണ എന്ന് പറഞ്ഞാൽ പഠനം പൂർത്തീകരിക്കുക. തീനോ ഘനെ ജംഗൽ സെ ഗുസർ രഹേ ഹെ, 3 കൊടും കാട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഗുസർന എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക, കടന്നു പോകുക. ജംഗൽ എന്ന് പറഞ്ഞാൽ കാട്. അപ്പോൾ 3 എന്ത് ചെയ്യാണ്? ഗുരുകുലത്തിൽ നിന്ന് തങ്ങളുടെ പഠനം പൂർത്തീകരിച്ചുകൊണ്ട് തങ്ങളുടെ വീട്ടിലേക്ക്, രാജകൊട്ടാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 1 പറയുന്നത് നോക്കൂ. രാജകുമാർ 1, हम तीनों इस बात पर गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर लिया है. അപ്പോൾ 1ാമത്തെ ആൾ പറയാണ്, हम तीनों इस बात पर गर्व कर सकते हैं कि നമുക്ക് 3 ഈ കാര്യത്തിൽ അഭിമാനിക്കാം. ഏത് കാര്യത്തിൽ? ഹംനെ ഗ്യാൻ പ്രാപ്ത് കർ ലിയാ ഹെ, നമ്മൾ അറിവ് നേടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ. നമുക്ക് 3 അറിവ് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ എന്ത് ചെയ്യാം? അഭിമാനിക്കാം. ഗർവ് എന്ന് പറഞ്ഞാൽ അഭിമാനം, അഹങ്കാരം എന്നർത്ഥം. അപ്പോൾ രാജകുമാർ 2 പറയാണ്, സംസാർ മേ കിതനെ കം ലോഗോം കോ യഹ് സൗഭാഗ്യ പ്രാപ്ത് ഹോത്താ ഹെ, ലോകത്തിലെ എത്ര കുറഞ്ഞ ജനങ്ങൾക്കാണ് ഈ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. സംസാർ എന്ന് പറഞ്ഞാൽ ലോകം. ലോകത്തിൽ കിത്തിനെ കം എന്ന് പറഞ്ഞാൽ കുറവ്, അഥവാ കുറച്ച് ജനങ്ങൾക്ക് മാത്രമാണ് ഈ സൗഭാഗ്യം, കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ അറിവ് നേടുക എന്നുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ രാജകുമാർ 3 പറയുന്നു നോക്കൂ, പർ ഹം സബ് കാ ഗ്യാൻ ബരാബർ നഹി ഹേ, എന്നാൽ നമ്മുടെ 3 അറിവ് എന്തല്ല? തുല്യമല്ല. നമ്മുടെ 3 അറിവ് എന്തല്ല? തുല്യമല്ല. അപ്പോൾ രാജകുമാർ 1, ക്യാ മത്ലബ് ഹേ തുമാര, എന്താണ് നീ ഉദ്ദേശിച്ചത്? എന്താണ് അർത്ഥമാക്കുന്നത്? നീ പറഞ്ഞതിലൂടെ എന്താണ് നീ അർത്ഥമാക്കുന്നത്? അപ്പോൾ രാജകുമാർ 3 പറയാണ്, മേര ഗ്യാൻ തും ദോനോംസ്കെ ഗ്യാൻ സെ അധിക് ഹേ, എൻ്റെ അറിവ് തും ദോനോം കെ ഗ്യാൻ സെ, നിങ്ങൾ 2 അറിവിനേക്കാൾ അധിക് ഹേ, കൂടുതലാണ്, എനിക്കാണ് കൂടുതൽ അറിവുള്ളത് എന്ന് 3ാമത്തെ രാജകുമാരൻ വളരെ അഹങ്കാരത്തോടു കൂടി പറയുകയാണ്. അപ്പോൾ രാജകുമാർ 1 വിട്ടുകൊടുക്കുന്നില്ല. കേസേ മൂർഖതാവാലി ബാത്തേം കർ രഹേ ഹോ, എന്ത് വിഡ്ഢിത്തമാണ് നീ പറയുന്നത്? മൂർഖതാവാലി ബാത്ത് എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തമായ കാര്യം, അഥവാ എന്ത് വിഡ്ഢിത്തമാണ് നീ പറയുന്നത്? മേ തും തോനും സെ ബടാഹും, ഞാൻ നിങ്ങളെ 2 വലിയവനാണ്, ഞാനാണ് മുതിർന്ന ആൾ. മേരെ ഹി പാസ് ജ്യാദ ഗ്യാൻ ഹേ, എൻ്റെ കയ്യിലാണ് അധിക അറിവുള്ളത്. നിങ്ങളെക്കാട്ട് വയസ്സ് മൂത്തത് ഞാനാ, അപ്പോൾ എൻ്റെ കയ്യിലല്ല അധികം അറിവുള്ളത്. അപ്പോൾ രാജകുമാർ 2 പറയാണ്, എന്താ പറയുന്നത് നോക്കൂ, മേൻ തോ ഗുരുകുൽ ആനെ സെ പഹലെ ഹി പഠ്താ താ, ഞാൻ ഗുരുകുലത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പഠിച്ചിരുന്നു. മേരെ ഗ്യാൻ തും ദോനും സെ ജ്യാദ ഹേ, എൻ്റെ അറിവ് നിങ്ങളെ 2 എന്താണ്? ജ്യാദ ഹേ, കൂടുതലാണ്. വിട്ടുകൊടുക്കുന്നില്ല. 3 എന്ത് ചെയ്യാണ്? അഹങ്കാരം കൊണ്ട് തുള്ളുകയാണ്. രാജകുമാരൻ ഒന്നും വിട്ടുകൊടുക്കാതെ പറയാണ്, മേരെ പിതാ ബഹുത് ബഡ ജ്ഞാനി ഹേ, ഉൻകാ പുത്ര ഹോനെ കെ നാത്തെ മേ തും ദോനോം സെ ജ്യാദ വിദ്വാൻ ഹും. മേരെ പിതാ ബഹുത് ബഡ ജ്ഞാനി ഹേ, എൻ്റെ പിതാവ് വളരെ വലിയൊരു പണ്ഡിതനാണ്. ഉൻകാ പുത്ര ഹോനെ കെ നാത്തെ, അദ്ദേഹത്തിൻ്റെ പുത്രനായതുകൊണ്ട് മേ തും ദോനോം സെ ജ്യാദ വിദ്വാൻ ഹും, ഞാൻ നിങ്ങളെക്കാട്ടി വിദ്വാനാണ്, പണ്ഡിതനാണ്, അറിവുള്ളവനാണ് ഞാൻ.
അപ്പോൾ രാജകുമാർ 2 പറയാണ്, പിതാസെ ക്യാ ഹോത്താ ഹെ, മേരെ തോ മാതാജി ദേശ് കെ മാനി ഹുയി വിദുഷി ഹെ. പിതാവിനെ കൊണ്ടെന്താ, പിതാവ് വിദ്വാനായ എന്താ? എൻ്റെ മാതാവുണ്ടല്ലോ, എൻ്റെ അമ്മ ദേശമറിയപ്പെടുന്ന വിദൂഷിയാണ്, പണ്ഡിതയാണ്. മേ ഉൻകെ പേട് മേ 9 മഹീന രഹാഹു, ഞാൻ അവരുടെ വയറ്റിൽ 9 മാസം കിടന്നിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. തും ദോനോ മേരെ മുക്കാബല നഹി കർ സക്തേ, നിങ്ങൾക്ക് രണ്ടാൾക്കും എന്നെ എതിരിടാൻ സാധിക്കില്ല. എന്താ പറഞ്ഞത്? പിതാവ് പണ്ഡിതനായിട്ട് എന്താടാ? എൻ്റെ അമ്മ ഉണ്ടല്ലോ, അമ്മ ഈ നാടറിയപ്പെടുന്ന ഒരു പണ്ഡിതയാണ്. അവരുടെ വയറ്റിലാണ് ഞാൻ 9 മാസം കിടന്നത്. നിങ്ങളെ രണ്ടാളെക്കാട്ടി എനിക്കാണ് അധികം അറിവുള്ളത്. എന്നെ എതിരിടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മുക്കാബല എന്ന് പറഞ്ഞാൽ വെല്ലുവിളിക്ക് എതിരിടുക. അപ്പോൾ രാജകുമാർ 3 പറയാണ്, മേരെ ഘർ കെ സേവക് തക്ക് മഹാപണ്ഡിത് ഹെ, എൻ്റെ വീട്ടിലെ സേവകർ വരെ വളരെ വലിയ പണ്ഡിതന്മാരാണ്. തും ദോനോ മേരെ ആകെ മൂർക്ക് ഹോ, നിങ്ങൾ രണ്ടാളും എൻ്റെ മുമ്പിൽ വെറും വിഡ്ഢികളാണ്. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ പറയാണ്, യഹി ബാത്ത് ഹേ തോം ചലോ പരീക്ഷോ ഹെ ജാ. എന്നാൽ നമുക്കൊരു പരീക്ഷണം നടത്താം. ആർക്കാണ് അറിവ് കൂടുതൽ എന്ന ഒരു പരീക്ഷ നടത്താം. അപ്പോൾ രാജകുമാർ 3 പറയാണ്, യഹി ബാത്ത് ഹേ തോ തും അപ്പിനെ ഗ്യാൻ കാ പരിചയ ദോ. ഈ കാര്യം കൊണ്ട്, ഈ പരീക്ഷ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തൻ്റെ അറിവുകളെ പരിചയപ്പെടുത്തണം. ഈ പരീക്ഷ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരവർക്ക് അറിയുന്ന അറിവുകൾ എന്ത് ചെയ്യണം? പരിചയപ്പെടുത്തണം. അപ്പോൾ രാജകുമാർ 2, ജ്ഞാൻ കാ പരിചയ് ജ്ഞാനി കോ ദിയാ ജാതാ ഹെ, മൂർക്ക് കോ നഹി. ഇവരൊക്കെ പാടെ കളിയാക്കുകയാണ്. ഇവരെ രണ്ടാളും, രാജകുമാരെ 1നെയും 3നെയും കളിയാക്കിക്കൊണ്ട് പറയാണ്, ജ്ഞാൻ കാ പരിചയ് ജ്ഞാനി കോ ദിയാ ജാതാ ഹെ. അറിവ് പരിചയപ്പെടുത്തുന്നത് അറിവുള്ളവർക്കാണ് അറിവ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. മൂർക്കോ നഹി, വിഡ്ഢികൾക്കല്ല. വിഡ്ഢികളുടെ മുമ്പിൽ അറിവ് പരിചയപ്പെടുത്തിയിട്ട് എന്തിനാ എന്ന രൂപത്തിൽ പറയുമ്പോൾ രാജകുമാർ 3 പറയാണ്, തും മേരെ അപമാൻ കർ രഹേ ഹോ, നീ എന്നെ അപമാനിക്കുകയാണോ? അപ്പോൾ രാജകുമാർ 1, അപ്പിന ജ്ഞാൻ കാ പരിചയ ദോ, നഹി തോ ഹം തുംകോ ദണ്ഡ് ദേംഗെ. നിൻ്റെ അറിവിനെ, തൻ്റെ അറിവിനെ നീ പരിചയപ്പെടുത്തിക്കോ, അല്ലെങ്കിൽ നിനക്കെന്ത് ചെയ്യും? ഞങ്ങൾ ദണ്ഡന നൽകും, ശിക്ഷ നൽകും. ദണ്ഡ് എന്ന് പറഞ്ഞാൽ ശിക്ഷ. രാജകുമാർ 2 ഇധർ ഉധർ ദേഖ്താ ഹെ. രാജകുമാർ, രണ്ടാമത്തെ രാജകുമാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ഉസെ കിസി ജാൻവർ കി ഹഡ്ഡിയാം പടി ദിഖായി ദേത്തി ഹെ. അവൻക്ക് ഏതോ ഒരു മൃഗത്തിൻ്റെ എല്ലുകൾ കിടക്കുന്നതായിട്ട് കാണപ്പെടുന്നു. അവൻ ഏതോ ഒരു മൃഗത്തിൻ്റെ എല്ലു കിടക്കുന്നതായിട്ട് കാണപ്പെടുകയാണ്. അപ്പോൾ രാജകുമാർ 2 പറയാണ്, യേ ഹഡ്ഡിയാം ദേക്ക് രഹേ ഹോ, നിങ്ങൾ ആ ഹഡ്ഡികളെ കാണുന്നില്ലേ, എല്ലുകളെ കാണുന്നില്ലേ? അപ്പോൾ രാജകുമാർ 1, ഹാ അതെ കാണുന്നുണ്ട്. അപ്പോൾ രാജകുമാർ 2, മേ അപ്പിനെ ജ്ഞാൻ സെ ബത്താ സക്താ ഹും, ഞാൻ എൻ്റെ അറിവ് വെച്ച് പറയാൻ സാധിക്കും. എന്തെന്നാൽ യേ ഹഡ്ഡിയാം ഷേർ കി ഹെ, ഈ എല്ലുകൾ സിംഹത്തിൻ്റേതാണെന്ന്. അപ്പോൾ രാജകുമാർ 2 അവിടെ കിടക്കുന്ന എല്ലുകളെ ചൂണ്ടിക്കാണിച്ച് പറയാണ്, എൻ്റെ അറിവ് വെച്ച് എനിക്ക് എന്ത് പറയാൻ പറ്റും? ഈ എല്ലുകൾ സിംഹത്തിൻ്റേതാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ രാജകുമാർ 3, ബസ് എഴുത്തോ മാമൂലി ബാത്തേ, ഇതൊരു ചെറിയ കാര്യമല്ലേ, എല്ല് സിംഹത്തിൻ്റേതാണെന്ന് പറയൽ ഒരു ചെറിയ കാര്യമല്ലേ. मैं तो अपने ज्ञान से इन हड्डियों को पर मांस उसमें रक्त उसके ऊपर गाल मढ़ सकता हूँ. लो मैं मंत्र पढ़ता हूँ. അപ്പോൾ രാജകുമാർ 3 പറയുന്നത് നോക്കൂ, ബസ് യഹ് തോ മാമൂലി ബാത്ത് ഹെ, ഇതൊരു ചെറിയ കാര്യമാണ്. मैं तो अपने ज्ञान से, ഞാൻ എൻ്റെ അറിവ് കൊണ്ട്, ഇൻ ഹഡ്ഡിയോं पर, ഈ എല്ലുകളിൽ, മാംസവും, ഉസ്മേ രക്ത്, അതിൽ രക്തവും, ഉസ്കെ ഊപ്പർ, അതിൻ്റെ മുകളിൽ, ഗാൽ മഡ് സക്താഹും, കർമ്മവും നൽകാൻ പറ്റും. എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ട് ആ എല്ലുകളിൽ
മാംസവും അതിൽ രക്തവും അതിൻ്റെ മുകളിൽ തൊലിയും അഥവാ ചർമ്മവും നൽകാൻ സാധിക്കും. മഡ്ന എന്ന് പറഞ്ഞാൽ പൊതിയാൻ സാധിക്കും. ലോ മേ മന്ത്ര പടുത്താഹും, ഞാൻ മന്ത്രം ജപിക്കുന്നു. രാജകുമാർ 3 മന്ത്ര പടുത്താ ഹെ. രാജകുമാരൻ, മൂന്നാമത്തെ രാജകുമാരൻ മന്ത്രം ഉരുവിടുന്നു. ഷേർ കി ഹഡ്ഡിയോം പർ, ആ സിംഹത്തിൻ്റെ എല്ലുകളിൽ മാംസം, അതിൽ രക്തം, ഉസ്കെ ഊപ്പർ, അതിൻ്റെ മുകളിൽ ഘാൽ ആജാതി ഹെ, ചർമ്മവും വരുന്നു. രാജകുമാരൻ എന്ത് ചെയ്തു? ആ ഹഡ്ഡികളിൽ നോക്കിയിട്ട് മന്ത്രം അത് ഉരുവിട്ടപ്പോൾ അതിലതാ ആ എല്ലുകളെ പൊതിഞ്ഞുകൊണ്ട് ഘാൽ ചർമ്മം വന്നു, അതിൻ്റെ ഉള്ളിൽ രക്തം വന്നു, അതിൽ മാംസവും പ്രത്യക്ഷപ്പെടുകയാണ്. രാജകുമാർ 1 പറയാണ്, അരേ ഹാം ഏത്തോ ഹോ ഗയ, അല്ല ഇതായല്ലോ, അഥവാ ഒരു സിംഹമായല്ലോ. അപ്പോൾ രാജകുമാർ 3, മൂർഖോ വിഡ്ഢികളെ, അബുത്തോത്തും സംശയ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ, മേ തും സബ്സെ ബഡ വിദ്വാൻ ഹും, ഞാൻ നിങ്ങളെക്കാൾ വലിയ പണ്ഡിതനാണെന്ന്. അങ്ങനെ രാജകുമാർ 3 ആണല്ലോ ഇത് ചെയ്തത്. അപ്പോൾ 3 എന്ത് അഹങ്കാരം കൊണ്ട് പറയാണ്, എനിക്കൊരു ഹഡ്ഡിക്ക് ഇങ്ങനെ രൂപകൽപ്പന ചെയ്ത് സിംഹത്തെ പോലെ ആക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞാൻ എന്ന് ഏറ്റവും വലിയ പണ്ഡിതനെന്ന്. അപ്പോൾ രാജകുമാർ 1, ലേക്കിൻ ക്യാ തും ഇസ്മേ പ്രാൺ ബി ഡാൽ സക്തേ ഹോ, എന്താ നിനക്ക് ഇതിന് പ്രാണം നൽകാൻ പറ്റുമോ? പ്രാണൻ എന്ന് പറഞ്ഞാൽ ജീവൻ നൽകാൻ സാധിക്കുമോ? രാജകുമാർ 3 പറയാണ്, നഹി, അതെന്നെ കൊണ്ട് പറ്റില്ല. पर यह तो तुम भी नहीं कर सकते, അത് നിന്നെക്കൊണ്ടും സാധിക്കില്ല. രാജകുമാർ 1 പറയാണ്, അത് നിന്നെക്കൊണ്ടും എന്തെയില്ല, സാധിക്കില്ല. രാജകുമാർ 1 അപ്പോൾ പറയാണ്, മേ ഇസ്മേ പ്രാൺ ഭീ ഡാൽ സക്താഹും, എനിക്കിതിന് പ്രാണം നൽകാൻ പറ്റും, ഇതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവൻ നൽകാൻ പറ്റും. രാജകുമാർ 2 പറയാണ്, പറയൈസ മത്ത് കർണ, പക്ഷേ അങ്ങനെ ചെയ്യരുത്. ആ സിംഹത്തിന് പ്രാണം നൽകുമോ? നൽകിയാൽ എന്തായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത്? നൽകിയില്ലെങ്കിൽ എന്തായിരിക്കും ഇവനെക്കുറിച്ചും 1-ാമത്തെ രാജകുമാരനെക്കുറിച്ചും 3-ാമത്തെ രാജകുമാരൻ ചിന്തിക്കുക എന്നറിയാൻ നെക്സ്റ്റ് ക്ലാസ് വരെ കാത്തിരിക്കുക. ഗുഡ് ബൈ. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും ഗ്യാൻമാർഗ് എന്ന ഏകാംഗിയുടെ നാടകത്തിൻ്റെ 2-ാം പാർട്ടുമായി വന്നിരിക്കുകയാണ്. 1-ാമത്തെ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്തത് 3 രാജകുമാരന്മാർ ഗുരുകുലത്തിൽ നിന്ന് തങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ 3 ആളും തങ്ങളിൽ ആരാണ് കേമൻ എന്ന് പരീക്ഷണം നടത്തുകയാണ്. അങ്ങനെ 2-ാമത്തെ രാജകുമാരൻ ഒരു എല്ല്, ഇത് ഷേറിൻ്റെ എല്ലാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ 3-ാമത്തെ രാജകുമാരൻ ആ ഷേറിൻ്റെ എല്ലിൽ, ആ സിംഹത്തിൻ്റെ എല്ലിൽ മാംസവും രക്തവും അതിൽ ചർമ്മവും ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ 1-ാമത്തെ രാജകുമാരൻ പറയാണ്, എനിക്കതിന് പ്രാണം നൽകാൻ സാധിക്കും. അപ്പോൾ രാജകുമാർ 2 പറയുന്നത് ശ്രദ്ധിക്കൂ, പറയൈസ മത്ത് കർണ, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ രാജകുമാർ 1, ക്യോ, എന്തുകൊണ്ട്? രാജകുമാർ 2, ഉസ്കേ ബാദ് ഷേർ ഹമേ ഖാ ജായേംഗെ, അതിനുശേഷം സിംഹം നമ്മളെ പിടിച്ചു തിന്നും, നീ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ രാജകുമാർ 1 പറയാണ്, और मुझे तो सिद्ध करना है कि എനിക്ക് തെളിയിക്കണം, मैं तुम दोनों से बड़ा ज्ञानी हूँ, ഞാൻ നിങ്ങളെക്കാൾ വലിയ അറിവുള്ളവനാണെന്ന്, വലിയ പണ്ഡിതനെന്ന്, അറിവുള്ളവനെന്ന് എനിക്കെന്ത് ചെയ്യണം? തെളിയിക്കണം. അപ്പോൾ രാജകുമാർ 3, 3-ാമത്തെ രാജകുമാരൻ പറയാണ്, നെഹി നെഹി ഷേർ ഹമേ ഖാ ജായെങ്കെ, നീ തെളിയിക്കണ്ട, വേണ്ട വേണ്ട, ഷേർ ഹമേ ഖാ ജായെങ്കെ, സിംഹം നമ്മളെ പിടിച്ച് തിന്നുട്ടാ. രാജകുമാർ 1 അവർ പറയുന്നതൊന്നും അനുസരിക്കാതെ എന്ത് ചെയ്യുന്നു? മന്ത്ര പടുത്താ ഹെ, മന്ത്രം ഉരുവിടുന്നു. ഷേർ ജീവിത് ഹോ ജാതാ ഹെ, സിംഹത്തിന് ജീവൻ വെക്കുന്നു. ഷേർ ദഹാഡ് കർ ഉൻകി തരഫ് ബഡ്താ ഹെ,
സിംഹം ഗർജിച്ചുകൊണ്ട് അവരുടെ നേരെ പാഞ്ഞെടുക്കുന്നു. വേ ബച്ചനെ കി കോശിഷ് കർത്തേ ഹേ, അവർ രക്ഷപ്പെടാൻ പ്രയത്നിക്കുന്നു. അപ്പം എന്താ സംഭവിച്ചത്? ഒന്നാമത്തെ രാജകുമാരൻ അവന് തെളിയിക്കണം താനാണ് ഇവരെക്കാട്ടി കഴിവുറ്റവനെന്ന്. ആ തെളിയിക്കുന്നതിന് വേണ്ടി അവൻ മന്ത്രം ജപിച്ച് സിംഹത്തിന് ജീവൻ നൽകുന്നു. അതോടുകൂടി സിംഹം എന്ത് ചെയ്യുന്നു? ഗർജിച്ചിട്ട് ഇവരുടെ നേരെ പാഞ്ഞെടുക്കുന്നു. അപ്പോൾ രാജകുമാർ 2 പറയാണ്, അബ് ഹം ബച്ച് നഹീ സക്തേ, ഇപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. രാജകുമാർ 3, ഷേറാമേ കാഹി ജായെങ്കെ, സിംഹം നമ്മളെ കഴിക്കും, സിംഹം നമ്മളെ തിന്നും. രാജകുമാർ 2, അരേ വാഹ് ദേക്കോ കോനാ രഹേ ഹേ, അല്ല അത് നോക്കൂ, ആരാണ് വന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആരോ വരുന്നതായിട്ട് അവർക്ക് കാണപ്പെടുന്നു. അത് ആരെന്ന് നോക്കൂ. രാജകുമാർ 3 പറയുന്നത്, അരേ വഹ് ഗുരുജി ഹേ, അത് നമ്മളെ ഗുരുവാണ്. ഗുരുജി പാസ് ആ ജാത്തെ ഹേ, ഗുരു അടുത്തേക്ക് വരുന്നു. രാജകുമാർ 2 പറയാണ്, ഗുരുജി ഹം ലോഗ് സങ്കടമേ പടുകയേ ഹേ, ഗുരു ഞങ്ങൾ സങ്കടത്തിൽ അപകടത്തിൽ അകപ്പെട്ടിരിക്കുന്നു, രക്ഷിക്കൂ. ഗുരു പറയാണ്, മേം ജാൻതാ ഹും, എനിക്കറിയാം നിങ്ങൾ സങ്കടത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. രാജകുമാർ 1, ഗുരുജി ഹമാരി ജാൻ ബച്ചായിയെ, ഗുരു ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചാലും. ഗുരു പറയാണ്, മുझे मालूम था कि, എനിക്കറിയാമായിരുന്നു തും ലോഗോं के अंदर अभी अहंकार बहुत है, तुम अपने ज्ञान का नुकसान भी कर सकते हो, इसलिए मैं तुम लोगों के पीछे पीछे आ रहा था. ഗുരു എന്താ പറഞ്ഞത്? മുझे मालूम था कि, എനിക്കറിയാമായിരുന്നു തും ലോഗോं के अंदर, നിങ്ങളുടെ ഉള്ളിൽ, അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, അഭി അഹങ്കാർ ബഹുത്ത് ഹേ, വളരെ അഹങ്കാരമുണ്ടെന്ന്, വളരെ കൂടുതൽ അഹങ്കാരം ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. തും അപ്പിനെ ജ്ഞാൻ കാ നുക്സാൻ ഭീ കർ സക്തേ ഹോ, നിങ്ങൾ നിങ്ങളുടെ അറിവിനെ എന്ത് നുക്സാനാക്കുമെന്ന്, എന്നെ നുക്സാനെ നഷ്ടമാക്കുമെന്നും എനിക്കറിയാമായിരുന്നു. ഇസ്ലിയെ മേ തും ലോഗോം കെ പീച്ചെ പീച്ചെ ആരഹാദ, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പിന്നിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗുരു എന്താ പറഞ്ഞത്? എനിക്കറിയാമായിരുന്നു നിങ്ങളെന്ത് ചെയ്യും, നിങ്ങളുടെ അറിവുകളെ നഷ്ടപ്പെടുത്തുമെന്നും അതുപോലെ നിങ്ങൾ അഹങ്കാരം കൊണ്ട് പലതും ചെയ്തു കൂട്ടുമെന്നും എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പിന്നിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നുക്സാൻ എന്ന് പറഞ്ഞാൽ ഹാനി എന്നും പറയാം. രാജകുമാർ 1 പറയാണ്, ഗുരുജി മുझसे बड़ी गलती हो गई है, ഗുരു എന്നിൽ നിന്ന് വളരെ തെറ്റ് സംഭവിച്ചു, വലിയൊരു തെറ്റ് സംഭവിച്ചു. ഷേർ ഹംകോ കാ ജായെങ്കെ, സിംഹം നമ്മളെ പിടിച്ചു തിന്നു. അപ്പോൾ ഗുരുജി പറയാണ്, അബ് മേം അപ്നെ ജ്ഞാൻ സെ, ഇപ്പോൾ ഞാൻ എൻ്റെ അറിവ് കൊണ്ട് ഈ സേർക്കോ ബക്കരി ബനാ ദൂങ്ക, ഈ സിംഹത്തെ ഞാൻ എന്താക്കി മാറ്റും? ബക്കരിയാക്കി മാറ്റും. എന്താ ബക്കരി? ആടാക്കി മാറ്റും. ഗുരു മന്ത്ര പഠിത്താ ഹേ, ഗുരു മന്ത്രം ഉരുവിടുന്നു. ഷേർ ബക്കരി ബൻ ജാത്താ ഹേ, ഷേർ ആ സിംഹമത ആടായി മാറുന്നു. മിമിയാനെ ലഗ്താ ഹേ, കരയാൻ തുടങ്ങുന്നു. ആടിൻ്റെ കരച്ചിലിനാണ് എന്ത് പറയുന്നത്? മിമിയാന എന്ന് പറയുന്നത്. ഗുരുജി പറയുന്നു, നോക്കൂ ശിഷ്യോ, ധ്യാൻ രഹേ വഹ് ജ്ഞാൻ ജിസ്സെ അപ്നെ യാ ദൂസരോं को नुकसान हो, ज्ञान नहीं बल्कि अज्ञान है, ज्ञान तो सबकी भलाई के लिए ही होता है. ഇവിടെ ഗുരു പറയുന്നതിൽ നിന്ന് നമുക്കും ഒരു സന്ദേശമുണ്ട്, ശ്രദ്ധിക്കുക. ശിഷ്യന്മാരെ, ധ്യാൻ രഹേ, ശ്രദ്ധിച്ചാലും, വഹ് ജ്ഞാൻ ജിസ്സെ അപ്നെ യാ ദൂസരോं का नुकसान हो, ആ ജ്ഞാനെ, ആ അറിവ്, ജിസ്സെ അതുകൊണ്ട്, ആ അറിവ് കൊണ്ട്, അപ്പിന തനിക്കും, ഔർ ദൂസരോं का നുക്സാൻ ഹോ മറ്റുള്ളവർക്കും ഹാനിയാണെങ്കിൽ, ജ്ഞാനഹി അത് അറിവല്ല, ബൽക്കി അജ്ഞാൻ ഹെ അത് അറിവില്ലായ്മയാണ്. അഥവാ എങ്ങനത്തെ അറിവ്? ആ അറിവ് നമുക്ക് ആർക്കും ഉപകാരത്തിൽപ്പെടാത്ത അറിവ് എന്താണ്? ഒരു അറിവില്ലായ്മ തന്നെയാണ്. നമുക്ക് നഷ്ടം വരുത്തുന്ന അറിവുകൾ അറിവില്ലായ്മ തന്നെയാണെന്നാണ് ഗുരു പറയുന്നത്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ജ്ഞാൻ തോ സബ്കി ബലായി കെ ലിയേ ഹി ഹോത്താ ഹേ,
അറിവ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും നന്മക്കുള്ളതാണ്. ഭലായി എന്ന് പറഞ്ഞാൽ നന്മ, എല്ലാവരുടെയും നന്മക്കുള്ളതാണെന്ത്? അറിവ്. സബി അഭിനേത. അപ്പോൾ ഈ നാടകത്തിലെ എല്ലാ അഭിനേതാക്കളും ഏക് സാത്ത്, ഒരുപോലെ ഒന്നിച്ച്, കൈ ബാർക്കാത്തെ ഹെ, ഒരുപാട് തവണ പറയുന്നു, പല തവണകളായിട്ട് പറയുന്നു. ഗ്യാൻ തോ സബിക്ക് ബലായി കേലിയെ ഹി ഹോത്ത ഹെ, അറിവ് എല്ലാവരുടെയും നന്മക്കുള്ളതാണ്. അതായിരിക്കണം നമ്മൾ നേടുന്ന ഓരോ അറിവ് എന്നും നമ്മൾ തിരിച്ചറിയുക. ഓക്കെ കുട്ടികളെ, നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനിയും അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ ബൈ.